ഫലപ്രദമായി പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ബോധത്തിൻ്റെയും ഉപബോധത്തിൻ്റെയും പാരസ്പര്യമുള്ള വിനിമയം ഒരേ ലക്ഷ്യത്തിനായി കേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ശാസ്ത്രീയമായ പ്രാർത്ഥന ഉടലെടുക്കുന്നത്. അനന്തമായ ശക്തിയുടെ ആവിഷ്കാര തലങ്ങളെ തൊട്ടറിയുവാനും അതിലൂടെ നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങളെ പൂർത്തീകരിക്കുവാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മാസ്മരിക ശക്തികൾ ഉപയോഗിച്ച് നിങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ മറികടക്കുവാനും കച്ചവടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ആസ്വാദ്യകരമായ കുടുംബജീവിതം നയിക്കുവാനും ഇത് സഹായകമാകും. നിരവധി തവണ നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് ഉറപ്പുവരുത്തുക. ഇതിലെ ഓരോ ഭാഗങ്ങളും മാസ്മരിക ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾക്കുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായ പ്രചോദനങ്ങളും അറിവുകളും അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതിനായി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉദ്ബോധിപ്പിക്കുന്നതിനായുള്ള ചില ചെറുവിദ്യകൾ ശീലിച്ചാൽ മാത്രം മതിയാകും. അതിരുകളില്ലാത്ത ജ്ഞാനസ്രോതസ്സിൻ്റെ ശാസ്ത്രീയ പാതയിലേക്ക് നടന്നു കയറൂ. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ടോ? ഇല്ല. എന്താണ് അതിന് കാരണം? പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു പോയിട്ടാണോ? അതോ കൂടിയത് അധികമായിട്ടാണോ? ഒന്നും തന്നെയല്ല. എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥന ചൊല്ലിയിട്ട് എത്ര നാളുകളായി കാണും? ഒരു അടിയന്തര ഘട്ടത്തിൽ, അതായത് ഒരു അപകടത്തിലോ രോഗം വരുമ്പോഴോ മരണം അടുക്കുമ്പോഴോ, അത് നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ ആയിക്കൊള്ളട്ടെ, ഇത്തരം അവസരങ്ങളിലാണ് നാം പ്രാർത്ഥനകളെ ആശ്രയിക്കുന്നത്. നിങ്ങൾ ദിനപത്രം ഒന്നെടുത്ത് മറിച്ചു നോക്കൂ. ഒരു കുഞ്ഞിൻ്റെ മാറാരോഗം ഭേദമാകുന്നതിന് വേണ്ടി, രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനത്തിന് വേണ്ടി, വെള്ളപ്പൊക്കത്തിനിടയിൽ ഖനിയിൽപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി, അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യം മുഴുവൻ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നതായി കാണാം. രക്ഷപ്പെട്ടതിനു ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ ഖനിക്കുള്ളിൽ രക്ഷാപ്രവർത്തകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തും തങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് ഖനിത്തൊഴിലാളികൾ പറഞ്ഞതായി കാണാം. അടിയന്തരമായി വിമാനം ലാൻഡ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ താൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഒരു വൈമാനികൻ പറയുകയുണ്ടായി. കാലാകാലങ്ങളായി പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് പ്രാർത്ഥന നമുക്കൊരു സഹായമാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നതിനായി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് വരെ കാത്തു നിൽക്കേണ്ടതില്ല. പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാവാനാത്ത ഒരു പ്രവർത്തനമായി മാറേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ ഭാഗമായി ഉണ്ടാകുന്ന നാടകീയമായ രംഗങ്ങളും സംഭവങ്ങളും പ്രാർത്ഥനകളുടെ ഫലത്തെ പറ്റിയുള്ള സാക്ഷ്യം പറച്ചിലുകളും പലപ്പോഴും വാർത്താ തലക്കെട്ടുകളിൽ നിറയാറുണ്ട്. എന്നാൽ നിഷ്കളങ്കരായ കുട്ടികളുടെ വിനയാംബിതമായ പ്രാർത്ഥനകളോ, തീന്മേശയ്ക്ക് മുന്നിൽ ഇരുന്ന് കുടുംബാംഗങ്ങൾ നടത്തുന്ന നന്ദി പ്രാർത്ഥനകളോ, ഉപാസനയുടെ ഒരു ഘട്ടത്തിൽ വിശ്വാസി ദൈവത്തോട് നേരിട്ട് നടത്തുന്ന പ്രാർത്ഥനകളോ, അവയുടെ മഹത്വത്തെക്കുറിച്ച് ആരാണ് സംസാരിക്കാറുള്ളത്? എൻ്റെ ജീവിതത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ശക്തി വെളിവാക്കുന്ന നിരവധി അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ നിരവധി മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പ്രശ്നങ്ങളിൽപ്പെട്ട് ഉലയുന്ന ആളുകൾക്ക് വ്യക്തിപരമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ബുദ്ധിമുട്ടായിരിക്കും. അതിനായി അവർക്കൊരു എളുപ്പവിദ്യ വേണം, കൃത്യവും വ്യക്തവുമായ ഒരു പദ്ധതി, അവരുടെ അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതി. നിങ്ങൾ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും ആഗ്രഹിച്ചതിന് എതിരായുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും കാലം പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് യാതൊരു ഫലവും ലഭിക്കാത്തത് എന്തുകൊണ്ട്? ഈ പൊതു പരാതിക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രചോദിപ്പിക്കുവാനും നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകുവാനുള്ള കഴിവ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്ന വസ്തുവോ വിഗ്രഹമോ അല്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്നത്. നിങ്ങളുടെ മനസ്സിലെ സങ്കല്പത്തിനും ആഗ്രഹങ്ങൾക്കും അനുരൂപമായി
ഉപബോധ മനസ്സ് പ്രതികരിക്കുമ്പോഴാണ് പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഈ നിയമം എല്ലാ മതങ്ങളിലും സജീവമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തെന്നാൽ അത് മനഃശാസ്ത്രപരമായ വസ്തുതയാണ്. ബുദ്ധമത വിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹീബ്രു തുടങ്ങിയ എല്ലാ വിഭാഗക്കാർക്കും തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഓരോ മതത്തിൻ്റെയും ചടങ്ങുകളോ രീതികളോ സ്തോത്രങ്ങളോ വഴിപാടുകളോ പൂജകളോ കാരണമല്ല, മറിച്ച് വിശ്വാസം കൊണ്ടും ആഗ്രഹങ്ങൾ മാനസികമായി അംഗീകരിക്കപ്പെടുന്നത് കൊണ്ടും കൂടിയാണ്. ജീവിതത്തിൻ്റെ നിയമമെന്നാൽ വിശ്വാസത്തിൻ്റെ നിയമമാണ്. നിങ്ങൾ മനസ്സിലെ ശക്തമായ ഒരു ചിന്ത എന്ന് വിശ്വാസത്തെ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കാം. മനുഷ്യൻ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ അതിനോടൊപ്പം മനസ്സും ശരീരവും സാഹചര്യങ്ങളും ഒത്തുചേർന്ന് പോകുന്നു. ഈ വിദ്യകളിലൂടെ, ഈ നീതിശാസ്ത്രത്തിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി ഉപബോധത്തിൻ്റെ ആവിഷ്കാരമായി ജീവിതത്തെ മാറ്റി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളുടെ മനസ്സിലെ യാഥാർത്ഥമായ അഭിലാഷങ്ങളാണല്ലേ പ്രാർത്ഥനകൾ. ആരോഗ്യം, സന്തോഷം, സുരക്ഷ, സമാധാനം, സങ്കല്പങ്ങളുടെ യാഥാർത്ഥമായ ആവിഷ്കാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എങ്കിലും പലർക്കും ആഗ്രഹിച്ച ഫലം ലഭിക്കാറില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മുടെ മനസ്സ് തന്നെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് അലയുമ്പോൾ ദുഃഖവും നിരാശയുമാണ് അനുഭവപ്പെടുന്നത്. പകരം ഞാൻ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ എനിക്ക് സമൃദ്ധിയുണ്ട്, എനിക്ക് സന്തോഷമുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ പറഞ്ഞവയെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുൻപ്, ദേവാലയങ്ങളും മതങ്ങളും രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ ഉപബോധ മനസ്സിൻ്റെ മാസ്മരിക ശക്തികളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നതായി കാണാം. ജീവിതത്തെക്കുറിച്ചുള്ള ശാശ്വത സത്യങ്ങളും തത്വങ്ങളും ഏതു മതത്തെക്കാളും പഴക്കം ചെന്നവയാണ്. ഈ ചിന്തകൾ മനസ്സിൽ വെച്ച് കൊണ്ടുവേണം നിങ്ങൾ ഓരോ ചുവടും വയ്ക്കുവാൻ. ദാരിദ്ര്യത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാൻ ഈ മാസ്മരിക ശക്തിക്ക് കഴിയും. ഫലിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാനസികമായും വൈകാരികമായും ഏകാഗ്രതയോടെ ചിന്തിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത്. അതോടെ നിങ്ങളുടെ ഉപബോധത്തിൻ്റെ സർഗാത്മക ശക്തി പ്രതികരിച്ചു തുടങ്ങും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മുന്നോട്ട് പോകുക, വെളിച്ചം കാണുന്നതുവരെ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിഴലുകൾ ഒഴിയുന്നതുവരെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി പൂർണ്ണമായി ഉപയോഗിക്കുക.